നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ എവിടെ പോയാലും എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞതാ. ഒന്നും കേട്ടില്ല, ഒറ്റ നടത്തായിരുന്നു. ഞാൻ ബൈക്ക് എടുത്ത് വരുമ്പോഴേക്കും അമ്മയെ കണ്ടില്ല. അല്ല, ആന്റി വല്ല ഓട്ടോയിലും കയറി കാണും. അതിന് ഇന്ദിരേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അല്ല, ഓട്ടോ പിടിച്ചു വന്നെങ്കിൽ ഇവിടെ എത്തണ്ടേ ശ്യാം. അതിനുള്ള ടൈം ആയല്ലോ. എന്നോടുള്ള ദേഷ്യത്തിന് ഇനി മറ്റെങ്ങോട്ടെങ്കിലും പോയോ എന്തോ. ഏട്ടനോട് എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം? ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു ബന്ധവുമില്ലാതെ കാഞ്ചീപുരവും ചുറ്റി കാറിക്കറി വന്നവരെ അവരെ സ്വീകരിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഞാൻ മാത്രം എന്താടാ ഇവിടെ ക്ഷണിക്കാതെ വന്നോളാണോ? നിങ്ങളെ ആരെ ഇപ്പൊ ഇവിടെ ക്ഷണിച്ചേ? ഞാൻ ശബരിട്ടൻ ക്ഷണിച്ചോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ക്ഷണിച്ചോ? സുശീലയുടെ അഭിമാനത്തെ നീ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയി പോവില്ലടി. എനിക്കുണ്ടായ അപമാനത്തിന് 100 ഇരട്ടി നിനക്ക് കിട്ടും. ഇതാണ് സംഭവം. നന്നായി. ഇന്ദ്രേട്ടൻ അമ്മയെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ചടങ്ങ് ആകെ കൊളമായേനെ. ഇതിപ്പോ അമ്മയല്ലേ പണിയുള്ളൂ. സാരമില്ല ഇന്ദ്രേട്ടാ. ഈ അമ്മ എന്ത് സോന എപ്പോഴും ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാല് അവിടെ നിൽക്കുന്ന നമുക്കൂടെ മാനക്കേട് ഉണ്ടാവുന്ന അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല ഇന്ദ്രേട്ടാ. ഏട്ടനത് മനസ്സിലായി തുടങ്ങിയല്ലോ, അത് മതി. ഇനി അമ്മ താനെ നന്നായിക്കോളൂ. ഇന്ദിരേട്ടൻ വിഷമിക്കണ്ട. ആന്റി ഇന്ദിരേട്ടനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി കുറെ നേരം മാറി നിന്നിട്ടേ വരൂ. അതിനെ അങ്ങനെ കണ്ടാ മതി ഇന്ദിരേട്ടാ. ഇന്ദിരേട്ടൻ വല്ലതും കഴിച്ചോ? ഞാനൊരു ചായ എടുക്കട്ടെ? വേണ്ട, ചായ ഒന്നും വേണ്ട. നീ കുറച്ച് വെള്ളം എടുക്ക്. നിങ്ങളെ ആരെ ഇപ്പൊ ഇവിടെ ക്ഷണിച്ചേ? ഞാൻ ശബരിട്ടൻ ക്ഷണിച്ചോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ക്ഷണിച്ചോ? എന്നാലും ക്ഷണിക്കാത്ത ഫംഗ്ഷന് ആന്റി പോകേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെ എന്ത് മുഖത്ത് നോക്കി പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആന്റി ആരാ ക്ഷണിച്ചതെന്ന് നമ്മൾ ചോദിച്ചില്ലേ? ആന്റി അത് കേട്ടപ്പോ എനിക്ക് തൊലി ഉരിയുന്ന പോലെ തോന്നി. അപ്പൊ പിന്നെ ആന്റിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും പറയണ്ട ഹർഷേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പരാജയം ഉണ്ടാവുന്നത്. അവരെന്നെ മനഃപൂർവ്വം ക്ഷണിക്കാത്തതാണെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയത് ഇന്ദ്രൻ അവിടെ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ദ്രൻ അവിടെ പോയെന്ന് കരുതി എന്ത് സംഭവിക്കാൻ ആന്റി? അവൻ അനുപമയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ആര് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലെന്ന്? അവൻ മദ്യപാനം വരെ നിർത്തിയ കാര്യം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ ഹർഷേ? അതുമാത്രമല്ല, ഞാൻ ഇന്നലെ ചടങ്ങിന് വരില്ലെന്ന് അവനോട് പറഞ്ഞ ഉടനെ ഇന്ദ്രൻ മുറിയിൽ കയറി അനുപമയെ വിളിക്കുന്നത് ഞാൻ കേട്ടു. അമ്മ വരില്ലെന്നും മോനെയും കുട്ടി നീ ചടങ്ങിന് വരണമെന്നാ അവൻ അനുപമയെ വിളിച്ച് പറഞ്ഞത്. ഓഹോ, അപ്പൊ അത്രത്തോളം എത്തിയോ കാര്യങ്ങള്? അല്ല പിന്നെ നീ എന്താ ഹർഷ വിചാരിച്ചത്? ഞാൻ അവിടുത്തെ സദ്യ കഴിക്കാനുള്ള കൊതി കൊണ്ട് പോയതാണെന്നോ? സത്യം പറഞ്ഞ ആ അനന്തമാഷുമായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഒരൊടക്കുണ്ടാക്കാനായിട്ടാ ഞാൻ പോയത്. മാഷിന് നൊന്താ കടന്നിൽ കൂടെ ഇളകിയതുപോലെ മക്കളും മരുമക്കളും ഇളകി വരും. അവരെല്ലാം കൂടി എന്നെ ആക്ഷേപിക്കുമ്പോ എന്നെ രക്ഷിക്കാൻ ഇന്ദ്രൻ ഇടപെടും.
അതോടെ ഇന്ദ്രനും അവന്റെ ഭാര്യ വീട്ടുകാരും വീണ്ടും തമ്മിൽ തല്ലിപ്പിരിയും എന്നായിരുന്നു എന്റെ കണക്കുകൂട്ടല്. പക്ഷേ കഷ്ടകാലത്തിന് ആ കിളവും മാഷ ചടങ്ങിന് വന്നില്ല. അപ്പോ ഇന്ദ്രൻ എന്തായാലും ചടങ്ങിന് എത്തുമെന്ന് ആന്റിക്ക് ഉറപ്പായിരുന്നു അല്ലേ? പിന്നെ അവൻ അവൾക്ക് വാക്ക് കൊടുത്തതല്ലേ, ജീവനുണ്ടെങ്കിൽ അവൻ വരാതിരിക്കൂ. പക്ഷെ പഴിച്ചു പോയത് എന്റെ കണക്കുകൂട്ടല് മാത്രമോ ഹർഷേ. സൂക്ഷിക്കണം ആന്റി. ഇന്ദ്രന്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് സൂക്ഷിക്കണം. അല്ല, ഞാൻ ഇതിന്റെ പേരിലേ ഇന്ദ്രനുമായിട്ടൊന്ന് കൊമ്പ് കോർത്താലോ? അല്ല, ഞാനൊന്ന് ഇടഞ്ഞു നിന്നാലേ അവൻ ദയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിക്കാൻ വരെ തയ്യാറാവും. അതുകൊണ്ടൊക്കെ എന്താ ആന്റി കാര്യം? ദയവന്ന് മാപ്പ് പറഞ്ഞ ക്ഷണിക്കാതെ വിരുന്നിന് പോയതിന്റെ അപമാനം ആന്റിയുടെ പേരിൽ നിന്ന് മാഞ്ഞു പോവോ? അതല്ല ഹർഷേ, അമ്മയോട് ദയ മാപ്പ് പറയണമെന്ന് ഇന്ദ്രൻ പോയി ആവശ്യപ്പെട്ടാലും അവള് പറയില്ല. ഓ, ആനന്ദമാഷിന്റെ മക്കളിലെ ഏറ്റവും വലിയ അഹങ്കാരി അവളാ. അവൾ എന്നോട് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ദ്രനടയും. അനുപമ അനിയത്തിയുടെ കൂടെ നിന്ന ഇന്ദ്രനും അവളും തമ്മിൽ അകലാൻ അതൊരു കാരണമാവും. അത് വേണ്ട ആന്റി. അതിനെയും ചർച്ചയാക്കിയ ആന്റിക്ക് തന്നെ നാണക്കേട്. അത് വിട്ടേക്ക്. നമുക്കേ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം. വേറെന്ത് വഴി? നോക്കാം ആന്റി. തൽക്കാലം ഇന്ദ്രനുമായി ആന്റി വലിയ പരിക്കില്ലാതെ ഒത്തുപോകാൻ നോക്കണം. ഏതെങ്കിലും വഴിയിലൂടെ അവൻ അനുപമയുമായി അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തടയണം. അതും ഇന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത്. തന്ത്രപരമായി തടയണം. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം. അതുപോരെ ആന്റി? അതെ, മൂന്നല്ല ഉറക്കത്തിലയച്ചേ. പാലവിടെ വെച്ചേക്ക്, ഉണരുമ്പോ കൊടുക്കാം. അച്ഛൻ എന്തു പറഞ്ഞു ശബരി? എന്തു പറയാനാ, ചടങ്ങൊക്കെ നല്ല രീതിയിൽ നടന്നു എന്നാ ഞാൻ അച്ഛനോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ആശ്വാസത്തോട് മരുന്നും കഴിച്ച് വീണ്ടും അച്ഛൻ മയങ്ങി. അല്ലെങ്കിലും ചടങ്ങിന് വേറെ കോട്ടൊന്നും ഉണ്ടായിട്ടില്ല ശബരി. ഞാൻ ഏർപ്പാടാക്കിയ സദ്യ ഏറ്റവും നന്നായത്. എന്നാലും ആ സുശീല തള്ള അവിടെ ഒരു കരട് തന്നെ ആയിരുന്നു. വിളിക്കാതെ വലിഞ്ഞേറി വന്നിരിക്കുന്നു. അവർക്കൊരു കൊട്ടു കൊടുത്തു വിട്ടത് എന്തായാലും നന്നായി.